വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മളിന്ന് ഈദിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാത്തുവിൻ്റെ വീട്ടിലായിരുന്നു. നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ ഈദിൻ്റെ സെലിബ്രേഷൻ നമ്മൾ പാത്തുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു രാവിലെ ഒരു 10 മണിയാകുമ്പോൾ പോകാമെന്നാണ് പറഞ്ഞു. പക്ഷേ നമ്മളൊരു 11:30 അപ്പോഴേക്കും ഇതേ അനീഷ നമുക്ക് ചിക്കൻ കറിയും ബീഫ് കറിയും അതുപോലെ ഈ ഒറോട്ടി എന്നാണ് തോന്നുന്നു അതിന് പറയുന്നത്. ഒറോട്ടി പത്തിരീൻ്റെ കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള ഒരു സാധനം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ഞങ്ങൾ അതൊക്കെ തട്ടി. അപ്പോഴേക്കും അനീഷിൻ്റെ ജ്യൂസ്, മാംഗോ ജ്യൂസും അതുപോലെ നമ്മുടെ പേരക്കിൻ്റെ ജ്യൂസും രണ്ടും അടിച്ച് വെക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. കാരണം നമുക്ക് കുറച്ചും കൂടെ ഗസ്റ്റൊക്കെ വരാനുണ്ട്. അപ്പോഴേക്കും ഇതേ പാശി ഫുഡൊക്കെ തട്ടി. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ സെറ്റായി. അപ്പോൾ അവിടെയുള്ള തത്തകളുണ്ടായിരുന്നേ. പിന്നെ അതിനിടയിൽ ശീവേച്ചി അവിടെ നിന്ന് മൈലേജ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തുള്ള പാർക്കിൽ പോയി നോക്കുമ്പോൾ പാർക്ക് അടച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പാർക്കിലെ ചേട്ടന്മാരോട് പറഞ്ഞു, അവർ വിളിച്ച് ചോദിച്ച് പാർക്കൊക്കെ ഓപ്പൺ ചെയ്ത് തന്നു. പിന്നെ അപ്പോഴേക്കും നമ്മളെ ഗസ്റ്റ് ബാക്കിയുള്ളവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, അനീഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ അവരും കൂടെ വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലൂടെ പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സേമിയ പായസം ഓൾറെഡി ഉണ്ടാക്കണേ. പിന്നെ മിഠായിയൊക്കെ കൊണ്ടപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും മിഠായിയൊക്കെ തന്നു. ഇതാ തത്ത കേട്ടോ. ഈ തത്തമ്മ നല്ല കൂട്ടം നമ്മളെ കയ്യിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും. പക്ഷെ എനിക്ക് അത്ര അങ്ങ് ഇടിച്ചില്ല, കാരണം കയ്യിൽ മാത്രമല്ല അത് കയറി മേളിലേക്കും വരുന്നുണ്ട്. പക്ഷെ നല്ല രസം കേട്ടോ അതിൻ്റെ കൂടെ കളിക്കാൻ. അനീഷ് അതിനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഞാൻ കയ്യിലിരിക്കുന്നു വിചാരിച്ചിട്ടാണ് കൈ നീട്ടി, പക്ഷെ കയ്യിലിരുന്നില്ല, നേരെ എൻ്റെ തോളിൽ ഷോൾഡറിൽ കയറിയിരുന്നു. അപ്പോൾ എനിക്കത് കുറച്ച് പേടിയായി കേട്ടോ. കാരണം കൊത്തിങ്ങനെ അപ്പോൾ എൻ്റെ പറയുന്നത് കമ്മൽ കണ്ടിട്ട് ഇല്ലെങ്കിൽ ഒത്തൂല, കമ്മലിൻ്റെ അത് കൊത്താൻ വേണ്ടിയാണ് വരുന്നത്, ഒന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെങ്കിൽ എനിക്കത്ര ധൈര്യം കൂടുതലായതുകൊണ്ട് ഞാൻ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഏറ്റവും കുറേ നേരം കയ്യിൽ വെച്ച്, എനിക്ക് കയ്യിൽ വെച്ച് കളിക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ കയ്യിൽ അത് വന്നില്ല. ഇതാണ്ട അനീഷ് ഇങ്ങനെ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ മിക്കുന്നാണ് അതിൻ്റെ പേരെന്തായിരുന്നു, തത്തു ചിക്കൂന്നോ അങ്ങനെ കണ്ട. പിന്നെ നമ്മൾ പാർക്കിലൊക്കെ കുറേ നേരം കളിച്ച് പിന്നെ അവിടുന്ന് കുറച്ച് റീൽസും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കുട്ടികളുടെ കൂടെ തന്നെ അതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നവതിനകത്ത് ഒരു വലിയ കുട്ടീനെയും കൂടെ കാണാം. അപ്പോൾ ചെറിയ കുട്ടികളും വലിയ കുട്ടികളെല്ലാം പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മൾ ബിരിയാണി എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പപ്പടമൊക്കെ എല്ലാം സെറ്റായിരുന്നു. അതുപോലെ പായസം നമ്മളും ഉണ്ടാക്കിയായിരുന്നു. അതുപോലെ ബിരിയാണി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ബിരിയാണി കടയിൽ നിന്നും പായസം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഫുഡൊക്കെ കഴിക്കാം. നല്ല ചിക്കൻ ഫ്രൈ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. അനീഷിൻ്റെ അടിപൊളി മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പായസം കുടിച്ചു. ദേവാവനെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേർ സെറ്റ് ഇവിടുന്ന് ശിവാനീൻ്റെ കൂടെ ഇരുന്നിട്ട് പിള്ളേരും ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മളെ ഈദ് വിശേഷങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തൊട്ടടുത്ത് ബീച്ചുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന നമ്മൾ ബീച്ച്, നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഈ ബീച്ചിൽ ഇഷ്ടംപോലെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ എല്ലാവരും കൂടെ വൈകിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് ഒരു 4-5 മണിയായപ്പം ബീച്ചിലൊക്കെ വന്നു. അപ്പോൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഒന്ന് ചില്ല് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ച്, ഒന്നാമത്തെ വെക്കേഷൻ ആകുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അത്രയ്ക്കുള്ള ഇച്ചത് അടിച്ച് പൊളിച്ച് കളിച്ചായിരുന്നു. വെള്ളത്തിൽ കളിക്കാൻ ആദ്യം പേടിയായിരുന്നു, പക്ഷേ പിന്നെ നല്ല അടിപൊളിയായിട്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കിച്ചൂസ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഈ വിശേഷങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.